ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മത്തി ഫ്രൈ ആണ്. അതിനായി ഒരു 8 പീസ് മത്തി, അതായത് ചെറിയൊരു മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയ്ക്കുള്ള ചേരുവകളാണ്. ആദ്യം മത്തി നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് മത്തിയാണ്. മത്തിയെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ അരിപ്പൊടി. ഇതിലേക്ക് കുറച്ച് വിനീഗർ, 2-3 തുള്ളി, ഒരു 1/2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ നേരം ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ നിന്നും എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കുക്കറിലാണ് ആദ്യം വേവിക്കാൻ പോകുന്നത്. അതിൽ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇടുന്നു. ഇതിനകത്തേക്ക് മീൻ ഓരോന്നായി വെച്ച് കൊടുക്കുകയാണ്. മസാല പൊടി എല്ലാതും ഇതിനകത്തേക്ക് ഇടുന്നു. ഇനി നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 വിസിൽ മതി. 1 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 വിസിലടിച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. കുക്കറിൽ നന്നായി വെന്തിരിക്കുന്നുണ്ട്. ഇത് നമുക്കെടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. എടുത്ത് പാനിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡ് വന്നിട്ടുണ്ട്. മറ്റു സൈഡ് വേകാൻ വേണ്ടി തിരിച്ചിട്ടിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ക്രിസ്പി ആയിട്ടുള്ള മത്തി ഫ്രൈ. പാനിൽ നിന്നും എടുത്ത് മാറ്റാം. കണ്ട, നല്ല ക്രിസ്പി ആയിട്ടുള്ള മത്തി ഫ്രൈ. നല്ല സ്പൈസിയാണ് മത്തി ഫ്രൈ. കറുമുറ നിൽക്കുന്ന നല്ല മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയായ മത്തി ഫ്രൈ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു.